അതിൻ്റെ നിർമ്മാണ കമ്പനിക്കാരെ വിളിച്ച് ഇത് 1 വർഷം കൊണ്ട് പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ കൊടുക്കും എന്ന് ആ കമ്പനിയോട് പറഞ്ഞു. 1 വർഷം കൊണ്ട് അവർ പൂർത്തിയാക്കി തരാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതുവരെ ഇതിൻ്റെ തൊട്ടടുത്തൊരു റവന്യൂ ഭൂമി തൽക്കാലത്തേക്ക് വിട്ടു നൽകാൻ അപ്പോൾ ഞാൻ കളക്ടറോട് സംസാരിച്ചു. ഈ വേദിയിൽ വെച്ച് ഞാൻ കളക്ടറോട് സംസാരിച്ചു. MLAയും ആശുപത്രി സൂപ്പറിനോടും അടുത്ത ദിവസം തന്നെ കളക്ടറെ കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. അതിൽ വേറെ അവകാശികളൊക്കെ ഉണ്ടോ എന്നുപോലെ കളക്ടർക്ക് ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കിട്ടിയ വിവരം അനുസരിച്ച് അവിടെ മറ്റു അവകാശികളെല്ലാം ഇറങ്ങി ഭൂമി. ഞാൻ ഭൂമിയിൽ സാധാരണ ഈ ഒഴിഞ്ഞു നടക്കുന്ന സ്ഥലത്താണ് അവകാശങ്ങൾ ഉന്നയിക്കാൻ കിട്ടും. അങ്ങനെ പലരും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും നാളെ തന്നെ അത് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാം എന്ന് കളക്ടർ ഇന്ന് സമ്മതിച്ചു. പിന്നെ വേണ്ടത് നമുക്കിവിടെ കുറച്ച് അടിയന്തരമായ ചില പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. ഒന്നിവിടെ ബ്ലഡ് സ്റ്റോറേജ് ചെയ്യുകയാണ്. അത് ബ്ലഡ് ബാങ്കായിട്ട് മാറ്റാം. അതായത് ബ്ലഡ് ബാങ്കായിട്ട് ഇവിടെ മാറ്റുമെന്നുള്ള ഒരു കാര്യം ഞാനിവിടെ അറിയിക്കുക. പിന്നെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തിക 4 തസ്തിക ഒഴിഞ്ഞു കിടക്കണം അല്ലേ? അത് അടിയന്തരമായിട്ട് പോസ്റ്റ് ചെയ്യാം. തിരുവനന്തപുരത്ത് എത്തിയാകുന്നു. അസിസ്റ്റൻറ്റ് സർജൻ്റെ 2 പോസ്റ്റുകളുണ്ട്. അത് 2 നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്ന. പിന്നെ റേഡിയോളജിസ്റ്റിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അത് ഫില്ലപ്പ് ചെയ്യാം. അത് ജൂനിയർ കൺസൾട്ടൻറ്റ് സർജറി ഒരു പോസ്റ്റ് ഉണ്ട്, അത് നമുക്ക് പോസ്റ്റ് ചെയ്യാം. അനസ്തേഷ്യയുടെ ഒരു പോസ്റ്റ് ഒഴിവുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഈ പോസ്റ്റ്മോർട്ടം ഈ ഭൂമി കിട്ടിയ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ആരംഭിക്കാൻ കഴിയും. അപ്പോൾ ആരംഭിക്കാൻ കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഫോറൻസിക് സർജൻ വരും. ഇത് ആരംഭിക്കുമ്പോൾ ആരംഭിക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം എടുത്ത് 10 സെൻറ്റാണ് അവർ കൂടുന്നത്. അപ്പോൾ അത് MLA സൂപ്രണ്ടും കൂടെ ആ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കെട്ടിടം പണി പൂർത്തിയാകുമ്പോഴാണ് നമുക്ക് പുതിയ പോസ്റ്റ് ക്രിയേഷൻ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അന്നാണ് ജില്ലാ ആശുപത്രിയിൽ പ്രഖ്യാപിക്കുന്നത്. അന്ന് കെട്ടിടം ചോദിക്കും, അതായത് ഇപ്പോഴേ പ്രഖ്യാപിച്ചു പോകേണ്ട ആവശ്യമില്ല. സ്റ്റാഫ് പാറ്റേൺ ഞാൻ ഒരു കാര്യം നിർദ്ദേശിച്ചിട്ടുള്ളത്, ഒരു കെട്ടിടവും പൂർത്തിയായി കഴിഞ്ഞാൽ ചാടി കയറി ഉദ്ഘാടനം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇത്രയും പൂർത്തിയായതിനു ശേഷം മാത്രമേ ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റി പറയും, മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആദ്യത്തെ ദിവസം നല്ല ന്യൂസ് വരും. അടുത്ത ദിവസമുണ്ട് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ആശുപത്രി നാഥനില്ലാതെ പൂട്ടിക്കിടക്കുന്നു. അപ്പോൾ അതിനേക്കാൾ നല്ലത് അല്പം വൈകിയാണെങ്കിലും എന്തായാലും 5 വരെ സമയമുണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് തിരക്ക് പിടിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ പൂർത്തീകരിച്ച് സ്റ്റാഫ് പാറ്റേൺ വെച്ചതിന് ശേഷം മാത്രമേ അത് കംപ്ലീറ്റ് ആവൂ. പിന്നെ ഈ പറഞ്ഞ സ്റ്റാഫ് പാറ്റേൺ ഈ എല്ലായിടത്തും ഈ റോഡ് തന്നെയാണ്. ഇപ്പോൾ 72 ഉണ്ടാക്കിയ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കും. അതുവരെ മോർച്ചറി മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടി തൊട്ടടുത്തുള്ള റവന്യൂവിൻ്റെ 10 സെൻറ്റ് ഭൂമി നൽകണം എന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടർ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട പോസ്റ്റിംഗ് അത് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയാണ് നടത്താമെന്നും പറഞ്ഞു. ഇത്രയും പിന്നെ 1 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇതിനെ ജില്ലാ ആശുപത്രിയിൽ പ്രഖ്യാപിക്കും.